ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പലൈനിൽ കണ്ട പോലെ തന്നെ ഈ മാസ്ക് നമ്മൾ വിട്ട് പോവുകയാണ്. അവൻ എല്ലാവരും കുറേ നാളായിട്ട് ഈ നമ്മുടെ കൂടെ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ലായിരുന്നു. ഇന്ന് അവൻ രാവിലെ എന്നെ വിളിച്ചിട്ട് പറയും അവൻ എത്രയും പോവാണ് എന്നെ എയർപോർട്ട് വരെ കൊണ്ടാക്കണമെന്ന്. ഞാൻ വിചാരിച്ചു വെറുതെ തള്ളുന്നതായിരിക്കും. അത് സത്യമാണ്. ഈ നമ്മളൊട്ടും വിചാരിച്ചില്ല കേട്ടോ മാസ്ക് ഇങ്ങനെ പോകുന്നു. പക്ഷെ അവൻ കാര്യമായിട്ട് പറഞ്ഞായിരുന്നല്ലോ. അവൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെയായിരുന്നു. ഞാൻ വെറുതെ തള്ളുന്നതായിരിക്കും ഓർത്ത്. ഇവൻ എല്ലാവരും ഫുള്ള് തള്ളാണല്ലോ ഗൈസ്. പക്ഷെ സംഭവം ഉള്ളതായിരുന്നു. എന്തായാലും നമ്മളിന്ന് അവനെ പോയിട്ട് കൂട്ടണം കൈസ്, എന്നിട്ട് എയർപോർട്ടിൽ വരെ കൊണ്ടുവരണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇവൻ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കണം. അല്ലാണ്ട് മാസ്ക് പോവാണല്ലോ, അതിന്റെ വകയായിട്ട് നമുക്ക് വേണ്ടി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോവാൻ നിർത്തി. എന്നാൽ എനിക്ക് കുറച്ച് പടക്കം കൂടെ വാങ്ങി പൊട്ടിക്കത്തില്ലായിരുന്നു? വേണേ പൊട്ടിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ പടക്കമൊന്നും ഇവിടെ കിട്ടാനില്ല. അത് ഞാൻ വീണ്ടും മേടിക്കായിരുന്നു. നമുക്ക് കുറച്ച് ഡാൻസ് എല്ലാം കളിച്ച് പാട്ടെല്ലാം വെച്ചങ്ങ് പോവാം. ഇവനെയൊക്കെ എന്ത് പറയാനാണ് കേസ്. ഇവന്റെ വണ്ടി നോക്കി കേസ്, ഒരു ഓഫ് റോഡ് ടയറൊക്കെയാണ് തോന്നിട്ടേക്കണം. അതിന്റെ ടയർ കണ്ടോ. എന്തായാലും നമുക്ക് ഇവിടെ നേരെ മാസ്കിന്റെ വീട്ടിലോട്ട് പോകാം കേസ്. എന്നിട്ട് മാസ്കിനെ എയർപോർട്ട് വരെ കൊണ്ടുവിടണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണം. അതാണ് ഇന്നത്തെ പ്ലാനൊക്കെ. അപ്പോൾ അവൻ നേരെ വണ്ടിയിലോട്ട് കയറിയെന്ന് തോന്നുന്നു. നമുക്ക് വണ്ടി കയറാം. എന്തായാലും കേസ് ഈ മാസ്ക് ഖത്തറിലോട്ടൊന്നും കയറി പോകുന്നത് വിചാരിച്ചില്ല കേട്ടോ. ഇവിടെ തന്നെ പണിയെടുക്കാത്ത ചെക്കനാണ്. അവിടെയൊക്കെ പോട്ടിനി എന്ത് പണിയെടുത്ത് ജീവിക്കാനാണോ. ഇപ്പോഴും എനിക്ക് വല്ല പ്രാങ്ക് ആണോ സംശയമുണ്ട്. നമുക്ക് ജസ്റ്റ് വീട് വരെ പോയി നോക്കാം. എന്തായാലും വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം ക്രൂസറിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആ വന്നത്. അതാണ് ഞാൻ അതിന്റെ ടയർ മാറ്റാൻ പോയത്. ഓഫ് റോഡ് ടയർ ഇടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇപ്പൊ വണ്ടി എങ്ങനെയുണ്ട് കാണാൻ? സെറ്റ് ആയില്ലേ? നിന്റെ ആ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഏതോ ഒരു സിനിമയിൽ ഒരു കാർ ഏട്ടാ തോന്നി. അത് കറക്റ്റ് ഞാൻ ഓർക്കൊന്നുമില്ല. അത് തന്നെ ആ സിനിമയിലെ വണ്ടിയാണെന്നാ ഞാൻ ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കണേ. ഇന്നത്തേക്കുള്ള തള്ളായല്ലോ. എന്റെ പൊന്നെണ്ണ, ഇത് തള്ളൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് പറയില്ലേ. അവിടെ സമ്മതിച്ച്. നീ മാസ്കിന്റെ വീണ്ടും അങ്ങോട്ടുള്ള ലൊക്കേഷൻ ഇട്ടിട്ടില്ലേ? ഞാൻ എത്ര വട്ടം വന്നാലും ആ വഴി എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ലൊക്കേഷൻ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആ മാസ്കിന്റെ വീടിന്റെ അവിടെ എത്താറാകുമ്പോൾ കുറെ റോഡുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടല്ല. ഞാൻ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. അല്ല, നമ്മളത് അങ്ങനെ പോവാറില്ലാത്തതുകൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് പോവുകയാണെങ്കിൽ കറക്റ്റ് ആ വഴി മനസ്സിലാവും. ഇപ്പൊ എന്റെ വീട് തന്നെ നീ കണ്ടില്ലേ. അത് പിന്നെ ഞാനും അവിടെ തന്നെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് കറക്റ്റ് വഴി അറിയാം. പക്ഷെ ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ ഒന്നും തിരിവില്ലായിരുന്നില്ലേ, അതും കാര്യം. ഈ ഇടയ്ക്ക് നമ്മുടെ മോങ്ക് തന്നെ വന്നിട്ട് അവിടെ നിന്ന് പോകുന്ന കണ്ടില്ലായിരുന്നു. എന്റെ വീട്ടിലോട്ട് വരാനുള്ളത് അവനവിടെ സ്ട്രൈറ്റ് നിന്റെ വീടിന്റെ അങ്ങോട്ടൊക്കെ പോകും. നമ്മളെന്നാ ടോ ട്രക്കിൽ വണ്ടി കൊണ്ടുവരാൻ നേരെ അങ്ങോട്ട് പോയതല്ലേ. അത് തന്നെ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയാം എനിക്ക് വഴി മനസ്സിലാവുന്നില്ല. പക്ഷെ അതിനേക്കാളും സീനാണ് ഈ ഒരു സ്ഥലം. നമ്മളിവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. എന്റെ പുറകെ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് തന്നെയാണ്. അപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തോട്ട് പോയിന്നെ. ഈ റോഡ് തന്നെ. ഈ റോഡ് കയറിയിട്ട് ഫസ്റ്റ് കാണുന്ന റൈറ്റ് ആണെന്ന് തോന്നുന്നു കേസ്. ഇവിടെ വന്നിട്ട് എത്ര വട്ടം വന്നാലും മനസ്സിലാവില്ല എനിക്ക്. എന്തായാലും കേസ് വീഡിയോ കണ്ട് ലൈക്ക് അടിച്ചില്ലേ, ഇപ്പോഴത്തെ ഒരു ലൈക്ക് അടിക്കുക. 200 നമ്മൾ ലൈക്ക് ടാർഗറ്റ്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ആണ് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ആണോ കയറേണ്ട, റൈറ്റ് അല്ലേ പോണ്ടേ? എന്റെ പൊന്നെണ്ണ, അത് അപ്പുറത്തുനിന്ന് വന്നതാണ് റൈറ്റ്. നമ്മളിപ്പോൾ വന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ്. ഇവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് ആണ്. എതിലേലും ഒക്കെ പോ, അവിടെ എത്തിയാൽ പോരെ. സ്ഥലം എത്തിയല്ലോ. അല്ല, ഇവിടെ ഒരു അനക്കവും കാണുന്നില്ലോ. ഈ മാസ്ക് നമ്മളെ പറ്റിച്ചാണോ രാവിലെ തന്നെ വിളിച്ചിട്ട്? അല്ല അതാണ്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. അണ്ണ, ഇവൻ M5 എല്ലാം എടുത്തിട്ടാട്ടോ നിൽക്കുന്നേ. ഇവൻ വരെ ട്രിപ്പ് പോകാൻ വിളിച്ചാണ് നമ്മളെ. ശരിയാണല്ലോ, M5 എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഇവൻ പറഞ്ഞ പോലെ ഖത്തറിൽ പോവാണെങ്കിൽ ഈ വണ്ടി ഒന്നും എടുത്ത് ഇവിടെ ഇടൂല്ലോ. അത് തന്നെയാണ് ഞാനും ആലോചിക്കണം. പക്ഷെ അവന്റെ ലുക്കെല്ലാം കണ്ടിട്ട് അവൻ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല. നിനക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാം. അതെന്നാടാ ക്രൂസറെ, നീയാണ് നിലവിളിക്കുന്നത്? ഞാനൊന്നുമല്ല, അതുപോലെ മാസ്ക് വരിക്കും. പിന്നെ ഞാൻ അങ്ങനെ കരയാറൊന്നുമില്ല. അത് ശരിയാ, ക്രൂസർ അങ്ങനെ കരയാറൊന്നുമില്ല. ബേക്കറി ഒരു പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി പോവും അങ്ങോട്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് പോവാം. ഞാൻ പിന്നെ പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് ഗീസ് ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കാറുള്ളൂ. ഇത് കൊണ്ട് ഇടിക്കും മിക്കവാറും. എന്തിനാണ് ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ വീടിന് പോസ്റ്റ് എല്ലാം അടിച്ച് പൊളിക്കുവാണ്. ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വീട് കത്തിച്ച് കളയും. ഇവനെന്ത് തേങ്ങ പറയുന്നേ? നിൽക്ക് ഗീസ്, ഞാനൊന്ന് വണ്ടി ഒന്ന് പാർക്കാക്കട്ടെ. തൽക്കാലം ഇവിടെ എങ്ങാനും വെക്കാം. വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് വെച്ചിട്ടുണ്ട്. എന്നാ നോക്കട്ടെ. ഗ്ലാസ് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. മാസ്ക് എന്തേ? ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നതാണ്. എൻ്റെ മുത്തോട്ട് വേണ്ട. അവിടെ ഞാനിപ്പോൾ പോകട്ടെ ഖത്തറിലോട്ട്. ഞാൻ എപ്പോഴാണ് തിരിച്ച് വരുന്നത് എനിക്കാറിയില്ല. അന്ന് ഇവനെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് എനിക്കും തോന്നുന്നേ. കുറച്ച് നാളായി ഇവനെ കണ്ടിട്ടും. എല്ലാ മാസ്ക് നീ എന്നെ പെട്ടെന്ന് ഖത്തറിൽ പോവാന്നൊക്കെ ഒരു തീരുമാനം. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. മാസ്ക് ആ പാട്ട് കൊള്ളായിരുന്നു കേട്ടോ. ഒന്നുകൂടെ പാടും. ഞാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് വന്നപ്പോഴത്തേനും മാസ്ക് കേട്ടോ നിർത്തി. ഏത് ലോകത്ത് സോറി ഞാൻ അറിയാന്ന് ചോദിച്ചാ. ഇത് മാസ്കിന്റെ വണ്ടിയല്ല, ഇത് കൊള്ളാല്ലേ M5. ഇതിപ്പോ ഖത്തറിൽ പോവാണെങ്കിൽ വെറുതെ ഇവിടെ കിടക്കുമല്ലേ. ഞാൻ എന്നാ വീട്ടിൽ കൊണ്ടോട്ടെ. എന്നാ പിന്നെ നീ ആ വീടും കൂടെ അങ്ങ് എഴുതി എടുക്കണം. എന്റെ M5 മാത്രം എന്താ നീ എടുക്കുന്നത്? ഒരാളൊരു വിഷമ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തവനക്ക് ഓരോന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോഴല്ലോ ഇവനെയൊക്കെ എന്നാ ചെയ്യണ്ടേ? ഇല്ല പറ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നേ. നീ ഒന്ന് അടങ്ങി ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കും. നിന്റെ സൗണ്ട് വരെ മാറിപ്പോയല്ലോ. ഒരു മിനിറ്റ്. അണ്ണാ, സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസയുടെ കുറച്ച് അത്യാവശ്യം വന്നു. ഞാൻ ഇവിടെ കുറച്ച് പരിപാടികളെല്ലാം ചെയ്തപ്പോൾ കയ്യിലുള്ള പൈസയും കൂടെ പോയി. അപ്പോൾ ഖത്തറിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കോടീശ്വരനായെന്ന് കേട്ടെ. ഇവിടെ കുറച്ച് ബിസിനസ് മൈൻഡൊക്കെ എൻ്റെ തലയിൽ ഉദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാമെന്ന് വെച്ചാൽ. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. ഇനി പറഞ്ഞോ. അപ്പോൾ ഞാൻ ഖത്തറിൽ പോയിട്ട് ഒരു പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടേ വരുള്ളൂ.
കുറച്ച് പൈസ എല്ലാം ആകണം. പൈസ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റൂല, മനസ്സിലാക്കണം? അത് ശരിയാ, പൈസ ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല, എവിടെയെങ്കിലും ഒക്കെ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. എടാ നീ ഒന്ന് പോടാവുന്നു, ഇവൻ എന്നെക്കാളും വലിയ ടീമാണ്. ഓ നീ പോയാൽ പിന്നെ ഇവന്റെ തള്ളം കേട്ടാ ഞാൻ ഇപ്പൊ ജീവിക്കണം. ഞാൻ നിൽക്കുക ഇത് തുറന്നു തരാം. കഴിച്ചപ്പോൾ മാസ്ക് ശരിക്കും ഖത്തറിൽ പോവാട്ടോ. ഞാൻ പറഞ്ഞ പോലെ പ്രാങ്കും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, ചക്ക റിയലായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ M5 വേണ്ട നേരെ എടുത്ത് ഗ്യാരേജിലോട്ട് വെക്കുന്നുണ്ട്. അല്ലാണ് ഒരു സംശയം, ഇത് ഗ്യാരേജ് ആണോ കാർ ഷെട്ടാണോ? എന്നാ ഇവനെ ഞാൻ കുറെ നേരമായി ഇവൻ പോന്നതിന് മുമ്പ് അവനോടൊന്ന് അവിടെ നിൽക്കാൻ പറയണം കേട്ടോ, റൺവേയില്. ഇവന് ഇടിച്ചവിടെ ഇട്ടിട്ട് ഞാൻ പോകുള്ളൂ. അല്ല മാസ്ക് ഒരു ഡൗട്ട് ചോദിച്ചല്ലേ, ഇനി ഇങ്ങനെ വെറുതെ ഇതാവണം. എന്റെ ഡൗട്ട് ഞാൻ ഇപ്പൊ തീർത്തുതരാം കേട്ടോ. ഞാൻ ഒന്ന് വണ്ടി നടക്കട്ടെ. എടാ നിങ്ങളൊന്നും മിണ്ടായിരിക്കട, ഉമ്മാർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ അടിയാണോ? അങ്ങനെയൊന്നും ഇല്ല അണ്ണാ, ഞാൻ ഒന്നാമത് ഇവിടെ വിട പറയാൻ നിൽക്കും, അതിനിടയ്ക്കാണ് ഇവൻ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്നതാണ് പറഞ്ഞ നിറ പറയാൻ എന്തിനാ നിൽക്കുന്നത്? എടാ നീ കുറെ നേരമായി ഞാൻ അങ്ങോട്ട്. അല്ല വേണ്ട വേണ്ട, മനസ്സിലായി. എന്തോ നിറ പറയാൻ എന്തോ മേടിക്കാനല്ലേ, എന്തോ ചിക്കൻ കറിയിൽ ഇരുന്ന് അതാണോ? ചിക്കൻ കറി അല്ലാതെ നിന്റെ കോഴിക്കാലിലേ നീ അവിടെ നിൽക്കുക കേട്ടോ, നീ അവിടെ നിൽക്കുക. എപ്പോ ക്രൂസറെ നീ ഒന്നും മിണ്ടായിരിക്കാം, പോകുന്നതിന്റെ വിശപ്പത്തി നിൽക്കുക. എന്നാ ഞാൻ കുറച്ച് എന്റർടൈൻമെന്റ് ആക്കാലോ എന്നൊക്കെ ഓർത്ത് എങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. അല്ല അവൻ എങ്ങോട്ടാ പോയേ? ബഹിരാകാശത്ത് പോയോ? എന്നാ അവനെ അവിടെ പിടിച്ചു വെച്ചാൽ കുറെ നേരം. ബഹിരാകാശത്തില്ല, നിന്നെ ബഹിരാകാശം ഞാൻ കാണിച്ചിടാ, നീ അവിടെ നിൽക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസ്ക് ഇതാണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ക്രൂസർ ഇവനും കൂടെ ഈ ഒടുക്കത്തെ അടി. ലാസ്റ്റ് ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നത് ഇവനെ. അവൻ ഞാനൊരു കാര്യത്തിന് ഇങ്ങനെ നിൽക്കുമ്പോണല്ലോ, ഞാൻ ഒന്നാമത് ഈ നാട് വിട്ട് പോകുന്ന കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒരുമാതിരിയായിട്ട് നിൽക്കുക. പുതിയ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അഞ്ഞടയ്ക്കാണ് അവൻ വലിയ ചളി അടിക്കാൻ വരുന്നത്. അല്ലടാ നീ ഇനി ഏത് ഫ്ലൈറ്റിനാ പോണേ? ഞാനിനി ഏത് ഫ്ലൈറ്റിന് പോകാൻ? എന്റെ ഫ്ലൈറ്റിന് പോകും. നിന്റെ ഫ്ലൈറ്റോ? ഇനി നിനക്ക് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടോ? എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടോന്നോ? എന്റെ പൊന്നുണ്ട, എനിക്ക് ഫ്ലൈറ്റ് ഇല്ലാതെ ഞാൻ ഈ പണിക്ക് നിൽക്കുവോ? ഞാൻ നേരെ അവിടെ ചെന്നിട്ട് ഇപ്പൊ എന്റെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ പോകും, അല്ലാതെ വേറെ ആരാണ് ഫ്ലൈറ്റിലൊന്നും ഞാൻ പോകില്ല. ഇതിൽ തന്നെ കണ്ടില്ലേ, ഞാൻ വണ്ടി കയറുവാണെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും. ഇനിയിപ്പോ ആരുടെ ഫ്ലൈറ്റിൽ എനിക്ക് കയറിയതിന് പോകാൻ പറ്റൂല, അവരെനിക്ക് വണ്ടി ഓടിക്കാൻ തരൂല. അതുകൊണ്ട് ഞാൻ പുതിയൊരു ഫ്ലൈറ്റ് വാങ്ങി അവിടെ ഇട്ടിട്ടുണ്ട്, അതെടുത്തങ്ങ് പോയാൽ മതി. അല്ല ഇത്ര പെട്ടെന്ന് എയർപോർട്ട് എത്തിയാണ്. നീ അമ്മാതിരി തള്ളല്ലേ ഇതിനകത്തിരുന്ന് തള്ളുന്നു, ഇനി എത്താതിരിക്കും. തള്ളാണോ? അവിടെ ചെല്ലുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്റെ ഫ്ലൈറ്റ്. എടാ നീ അതിന് ഫ്ലൈറ്റ് വാങ്ങാൻ മാത്രം പൈസയൊക്കെ നിന്റെ അടുത്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ ഖത്തറിൽ കയറി പോകേണ്ട അവസ്ഥ വന്നേ. അതിന് പറഞ്ഞിട്ടും കാര്യമില്ല, പോവാ. ഞാൻ അറിയാണ്ട് എന്തൊക്കെയോ കാണിച്ചല്ലോടാ ഇവിടെ കിടന്ന്. കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു, എന്തായാലും പോവല്ലേ ഞാൻ പറയാം. ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇവിടുത്തെ എയർപോർട്ട് മേടിച്ച് ഇവിടെ കിടക്കുന്ന ഫ്ലൈറ്റും മൊത്തം മേടിച്ചു. ഓ എന്നിട്ടോ? എന്നിട്ട് ഇവിടുത്തെ പൈലറ്റിനെല്ലാം മാസ്ക് എന്ന് പേരിട്ടു. പിന്നെ അത് മാത്രം പോരല്ലോ എന്റെ അത് മനസ്സിലാവാൻ, അതുകൊണ്ട് ഞാൻ ചിന്നാടൻ എയർലൈൻസ് എന്നും കൂടെ പേരിട്ട്. ഇപ്പൊ കറക്റ്റ് ഇപ്പൊ മാസ്കിന്റെ പ്ലെയിനാണ് എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ള. സിറ്റിയിലൊക്കെ ഇറങ്ങി ചോദിച്ചാൽ മതി മാസ്കിനെ പറ്റി. സത്യം പറഞ്ഞാൽ കണ്ടതല്ലേ മായൻകുട്ടി കടവും കയറി ഇപ്പൊ നാട് കൊടുവാലേ. അങ്ങനെ ഞാൻ പറയാം. ഇനിയിപ്പോ തിരിച്ച് ഈ സിറ്റിയിലോട്ടൊക്കെ എപ്പോഴാ വരുമോ അറിയില്ല. എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോ വിളിക്കാം, അന്ന് കൂട്ടറേ. ഓ വിളിച്ചാ മതി. നീ എങ്ങോട്ടാണ് ഈ കയറി അതിന്റെ അകത്തോട്ട് പോണേ? അവിടെ പാർക്ക് ചെയ്യണ്ടേ? എന്നാ ആരാന്റെ എയർപോർട്ടൊക്കെ ആകുമ്പോഴല്ലേ നമ്മള് റൂൾസ് ഒക്കെ നോക്കട്ടെ കാര്യമുള്ളൂ. ഇതിപ്പോ എന്റെ എയർപോർട്ടും എന്റെ പ്ലെയിനുമാണ്. ഇപ്പൊ എനിക്ക് അവിടെ വെള്ളം കൊണ്ട് നിർത്തിയിടാം. എന്റെ മറ്റേ പ്ലെയിൻ അതിന്റെ അകത്ത് അടങ്ങുന്നു. അവിടെ വരെ ഒന്ന് പോവാണേ, അവിടെ നേരെ പ്ലെയിൻ എടുത്ത് ഞാൻ പോകോളും. ഇവന് പ്രാന്തായതാട്ടോ. ഇവന് ഖത്തറിൽ പോയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടുവാവും. അവിടെ എന്തെങ്കിലും സീനൊക്കെ ഉണ്ടെങ്കിൽ അണ്ണനെ വിളിക്കാം. ഇപ്പൊ തന്നെ നമ്മുടെ പ്ലെയിൻ ഇവിടെ ഇല്ല, ഒരെണ്ണം എടുത്തിട്ട് നേരെ അങ്ങോട്ട് വന്നേക്ക്. ഓ അവിടെ ചെന്നിട്ട് വിളിക്കുന്നേ. ഇതാ കിടക്കുന്ന അണ്ണന്റെ പ്ലെയിന്. റൂട്ട് മാപ്പും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, എല്ലാം ഒന്ന് സെറ്റ് ആക്കണം. ഇനി ആകാശത്തിന് മേളിൽ കൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പണിയാണ്. ഈ പ്ലെയിനിൽ എങ്ങനെയാടാ നീ മാപ്പ് നോക്കി കുടിച്ചോണ്ട് പോണേ? അത് വലിയ പണിയൊന്നും ഇല്ല അണ്ണ, നമ്മൾ വിചാരിക്കും വലിയ കഷ്ടപ്പാടാണെന്നും. അത്ര ഒന്നും ഇല്ല, സിമ്പിളായിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം. ഞാൻ നേരെ പോവാട്ടോ, നിങ്ങളെന്നാ കാറിൽ കയറിയിട്ട് വേഗം ഇവിടെ നിന്ന് വിടാതെ നിൽക്കോ. ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളങ്ങനെ ഇവിടെ നിൽക്കുവാണ്, നിങ്ങളെ കാർ പിടിച്ചോണ്ടൊക്കെ ഞാൻ പോകുന്നത്. കുറച്ച് പ്രൊഫഷണൽ ഡ്രൈവർ ആയതിന്റെ. ഓ അത് നമ്മള് പ്രൊഫഷണൽ ഒന്നും അല്ല പറയുന്നത്. നീ പിന്നെ നിങ്ങൾ എന്നാന്ന് വെച്ചാൽ കാണിക്കും, ഞാൻ വേഗം അവിടെ പോട്ടെ. ഇവനെയൊക്കെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ആ ടയറിന്റെ താഴെ തന്നെ നിൽക്കണം, ടയറിന്റെ താഴെ നിൽക്കുന്നീ ഇപ്പൊ തരാം. അയ്യോ എന്നെ കൊല്ലാൻ പോകുന്ന എണ്ണ, ഞാനും വരുന്ന എന്നെയും കൂട്ടിട്ട് എവിടാ? ഇന്ത്യ നിന്നെ വിടുന്നില്ല അവൻ. ഇല്ല അണ്ണ, ഇവൻ എന്തോ പ്രാന്ത് പിടിച്ച് നിൽക്കുവാന്ന് തോന്നുന്നു. ഞാൻ ഓടിച്ചിട്ട് കിടന്നു. നീ ഇങ്ങോട്ട് പോകില്ലടാ, നിന്റെ കാലിൽ ഇപ്പൊ ചെങ്ങല ഇട്ടിട്ട് എന്നെ പ്ലെയിനിൽ തൂക്കിയിടാൻ പോകുന്നത്. എന്നാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ട, ഇവന് പ്രാന്താണ്. ഓ നില്ല ഞാൻ അങ്ങോട്ട് വരുന്ന. 2000 years later. കൈസ് അങ്ങനെ മാസ്ക് നമ്മുടെ ഖത്തറിലോട്ട് പോയിട്ടുണ്ട്. ഇവന്മാര് പിന്നെ അവിടെ കിടന്ന് അടിയായിരുന്നു. ഒരു വിധത്തിലാണ് അവിടെ നിന്ന് പിടിച്ച് മാറ്റിക്കൊണ്ട് വന്നേ. അപ്പൊ ഇവിടെ വല്ല ഫുഡും കഴിക്കാൻ ഓർത്ത് വന്നതാണ്. ഇവിടെ തന്നെ അടവാണോ ഇന്ന്? ഓ അടവാന്ന് തോന്നണ. ഇവിടെ ഒറ്റ മനുഷ്യനെ കാണുന്നില്ല. ഇവിടെ ആരും ഫുഡ് കഴിക്കാൻ വന്നിട്ടുമില്ല, അവിടുത്തെ സ്റ്റാഫും ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, സിറ്റി വണ്ണിലോട്ട് പോവാം. സിറ്റി വണ്ണെങ്കിൽ സിറ്റി വണ്ണ്, അല്ലാതെ ഇപ്പം എങ്ങനെയാ സിറ്റി വണ്ണിന് ഇവിടെ നിന്ന് എത്ര ലോങ് ഉണ്ടാ? ഒന്നാമത് വിശന്നും ഇരുതായിരിക്കുമായിരുന്നു. നിങ്ങൾ അവിടെ കിടന്ന് അടി കൂടിയിട്ടാണ് കുറേ ടൈം അങ്ങനെ കളഞ്ഞത്. എന്നാൽ ഞാൻ വെറുതെ എന്റർടൈൻമെന്റിന് ഓരോ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ചെക്കൻ ഭയങ്കര സീനായി പോയി. അവനിപ്പോൾ നിന്നെ ആ ഫ്ലൈറ്റിൻ്റെ ഇടയിൽ കയറ്റി കൊന്നേനാട്ടോ. ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്, ഇതിനകത്തോട്ട് കയറി പോകാൻ പറ്റുമോ?
ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റൂലേ, ഇവിടെ ഒന്നും ഇല്ല, ഓപ്പൺ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അണ്ണാ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ വല്ല ക്ലോസ്ഡ് എന്ന് എഴുതി വെക്കത്തില്ല, ഇതൊന്നും ഇല്ല, അല്ല ഓപ്പൺ ആക്കി ഇട്ടിട്ട് കയറി വരുമ്പോൾ ഒരു സംഭവമില്ല. എന്തായാലും നേരെ സിറ്റി വണ്ടിയിലോട്ട് വിടും, അവിടെ എങ്ങനെ പോയിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് നേരെ വീട്ടിലും പോകും, അതൊക്കെ നടക്കുള്ളൂ ഇനി. ഓ എന്റെ വണ്ടിയാണ് ഞാൻ എടുത്തിട്ടില്ല, അതാണ് എയർപോർട്ടിൽ കിടക്കുക. എന്നാ പോകുന്ന വഴിക്ക് എടുത്തിട്ട് പോകാല്ലേ? അത് പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ കയറി ആ വണ്ടി എടുത്തിട്ട് അങ്ങ് പോവാം. എന്നാ നമ്മൾ സൈഡിൽ ഇരുന്ന കേട്ടോ, ഞാൻ സിവിക്ക് എടുത്ത് പറക്കട്ടെ. ആടാ സിവിക്ക് എടുത്ത് പറത്തൊക്കെ നോക്ക് കേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പാക്കമാണ് കേസ്. അങ്ങനെ മാസ്ക് നമ്മളെ വിട്ട് ഖത്തറിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്തായാലും അവൻ തിരിച്ചു വരുമ്പോൾ നമ്മളെന്തായാലും വിളിക്കും കേസ്, എന്തായാലും അവനെ പോയി കൂട്ടുന്ന വീഡിയോ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേസ്. അതിരിക്കും ബൈ.